ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെബ്ലോൺസ്കി ഡയഗ്രത്തിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ഥിരം എസ്സേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ജെബ്ലോൺസ്കി ഡയഗ്രം എന്നുള്ളത്. അപ്പം പേജ് നമ്പർ 357 അപ്പോൾ അതെന്താ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് പല റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർ തിരിച്ച് എവിടേക്ക് തന്നെ വരും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി വീണ്ടും തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുന്നതിൻ്റെ ഉള്ളിൽ ആ ഒരു മോളിക്യൂൾ എന്തെല്ലാം റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെല്ലാം പരിപാടികളാണ് അവിടെ നടക്കുന്നത് എന്നതിനെ പറ്റിയാണ് ജെബ്ലോൺസ്കി ഡയഗ്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ഡയഗ്രമാണ്, കുറേ ലെവൽസ്, ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒക്കെ വരച്ചിട്ട് നമ്മളതിൻ്റെ റേഡിയേഷൻ്റെ പാത്ത് കാണിക്കുന്ന ഒരു ഡയഗ്രം, അതിനെയാണ് ജെബ്ലോൺസ്കി ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പം ആ ഡയഗ്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് ടേംസ് പറയാനുണ്ട്. അതാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ പാരഗ്രാഫിനകത്താണ് അതിൻ്റെ ടേംസ് ഉള്ളത്. ഞാനത് ഷോർട്ടാക്കിയിട്ട് ഉള്ള ടേംസിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് ആ ഹെഡിങ്ങും അതിൻ്റെ ഷോർട്ട് നോട്ടും എഴുതിയെടുക്കണം. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പിൻ മൾട്ടിപ്ലിസിറ്റിയെ പറ്റിയാണ്. സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണണം. അതിന് മുന്നേ നിങ്ങൾ സിംഗ്ലറ്റ് സ്റ്റേറ്റ്, ട്രിപ്ലറ്റ് സ്റ്റേറ്റ്, ഡബിളറ്റ് സ്റ്റേറ്റ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, സ്പിൻ മൾട്ടിപ്ലിസിറ്റി എപ്പോഴാണ് സിംഗ്ലറ്റ് ആവുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി, ഒരു മോളിക്യൂളിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് 2s+1. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പിൻ ആണ് അല്ലേ? നമ്മൾ ഇങ്ങനെ ഇടൂലേ ഇലക്ട്രോണിൻ്റെ, ഒന്ന് പാരലായിട്ടും ഒന്ന് ആൻറ്റി പാരലായിട്ടും നമ്മളിങ്ങനെ വരയ്ക്കും. ഇതിൻ്റെ വാല്യൂ ഹാഫാണ്, ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു, -1/2 അല്ലേ? ഇതിനെയാണ് നമ്മൾ എസ്, ടോട്ടൽ സ്പിൻ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് 2s+1. ഇനി എങ്ങനെയാണ് സിംഗ്ലറ്റ് ആവുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു സിസ്റ്റം എടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് ഏത് ഓർബിറ്റിലായിരുന്നു? പി ഓർബിറ്റിലല്ലേ? പിക്കല്ലേ 3 ഓർബിറ്റുള്ളത്. സോ ഈ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കരുതാം. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ഇലക്ട്രോണിൻ്റെ പെയറിംഗ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോൺ പെയർഡ് ആണ്. ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും? ഇല്ല, ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എങ്ങനെയാണ് കാണാൻ നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? 2s+1. ഇവിടെ നമ്മൾ എസിൻ്റെ 2 × എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇത് ഹാഫ്, ഇത് -1/2. അപ്പം ഹാഫ് പ്ലസ് ഹാഫും, ഇത് പ്ലസ് ഹാഫും, ഇത് -1/2. പ്ലസ് ഹാഫ് -1/2 എന്ന് പറഞ്ഞാൽ എന്തായിപ്പോയി? ഇത് ക്യാൻസൽ ചെയ്ത് പോയില്ലേ, 0 അല്ലേ? അപ്പോൾ 2 × എസിൻ്റെ സ്ഥാനത്ത് 0+1. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 2 × 0 0 ആണ്, +1 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 1 അല്ല ആൻസർ കിട്ടുക. സോ ദാറ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഈസ് ഈക്വൽ ടു 1 വരുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് സ്റ്റേറ്റ് എന്ന് വിളിക്കുക? സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് സിംഗ്ലറ്റ് കിട്ടുക എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡബ്ലറ്റ് സ്റ്റേറ്റ് എങ്ങനെയാണ് കിട്ടുക നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കരുതാം. ഇവിടെ ഇപ്പം ഇലക്ട്രോൺസിൻ്റെ പെയറിങ് എങ്ങനെ നോക്കാം. ആദ്യം പെയർഡ് ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തേലും പെയർഡ് ഇലക്ട്രോൺസ് ആണ്. ലാസ്റ്റത്തെ കള്ളിയിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് കരുതാം. ഇതിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എങ്ങനെയാണ് കാണാൻ നോക്കാം. 2s+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × എസിന് എന്ത് വാല്യൂ കൊടുക്കണം? ഇവിടെ പെയർഡ് ആയ കാരണം +1/2 -1/2 0 ആയിപ്പോവും. ഇവിടെയും +1/2 -1/2 0 ആണ്. ഇവിടെ പക്ഷേ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, അതും പാരലൽ സ്പിന്നാണ്. ആൻറ്റി പാരലൽ സ്പിന്നല്ല, പാരലൽ സ്പിന്നാണ്. ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു? ഹാഫ്. അപ്പോൾ 2 × ½ എന്ന് വന്നു, +1. ആൻസർ എത്രയാണ് കിട്ടുക? 2 ക്യാൻസൽ ആയി പോയ 1 + 1 2. കണ്ടല്ലോ. അപ്പോൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റിൻ്റെ വാല്യൂ നമുക്കിവിടെ 2 കിട്ടി. ഇങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ഡബിളറ്റ്, ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ, അതറിയാലോ. സോ ഈ സ്റ്റേറ്റിനെയാണ് ഡബ്ലറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഇനി എപ്പോഴാണ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് കിട്ടുക നോക്കാം. അപ്പം നമ്മളെടുക്കുന്ന ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കരുതാം. രണ്ടിലും ഓരോ ഇലക്ട്രോൺ വീതമാണ് ഉള്ളത്. ഇതിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കണ്ടു നോക്കൂ. 2s+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ഇവിടെ +1/2 ആണ്. ഇവിടെയും പാരലൽ സ്പിൻ തന്നെയാണ്, ഇങ്ങനെ തന്നെയല്ലേ ഷേപ്പ്. സോ ഇതും ഇങ്ങനെ തന്നെയാണ് ഷേപ്പ്. സോ +1/2 +1/2 എത്രയായി? 1. അപ്പോൾ എസിൻ്റെ അടുത്ത് 1 കൊടുക്കണം. 2s+1. അപ്പോൾ എത്ര ആൻസർ? 1 × 2 2 2 + 1 3 കിട്ടിയല്ലോ. സോ
സ്പിൻ മൾട്ടിപ്ലിസിറ്റിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത്തരം സ്റ്റേറ്റിനെയാണ് നമ്മൾ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ സിംഗ്ലറ്റ്, ഡബ്ലറ്റ്, ട്രിപ്ലറ്റ് എന്നീ സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെ കിട്ടി എന്ന് ഇനി വിചാരിക്കേണ്ട. ഇങ്ങനെയാണ് നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സ്പിൻ മൾട്ടിപ്ലിസിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സിംഗ്ലറ്റ് ആണോ, ഡബ്ലറ്റ് ആണോ, ട്രിപ്ലറ്റ് ആണോ എന്ന് കിട്ടുക. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ഡയഗ്രത്തിൽ പഠിക്കാനുള്ള കാര്യമാണ് റേഡിയേറ്റീവ് ആൻഡ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. അപ്പോൾ ട്രാൻസിഷൻ എന്ന് വെച്ചാൽ എന്താ? അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കോ, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കോ മോളിക്യൂൾ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്തായിരിക്കും? റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ UV വിസിബിൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടാണ് മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുക എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? സോ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന മോളിക്യൂൾ ഞാൻ വരച്ച് കാണിക്കാം. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഈ മോളിക്യൂൾ UV അല്ലെങ്കിൽ വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഇത് ഏത് സ്റ്റേറ്റ് ആണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് കരുതാം. അപ്പോൾ അത് റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഈ മോളിക്യൂൾ എവിടെ എത്തിയത്? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയത്. എന്നിട്ട് ഈ മോളിക്യൂൾ റേഡിയേഷൻ തന്നെ റീഎമിറ്റ് ചെയ്തിട്ട്, ഓക്കെ, റീഎമിറ്റ് ചെയ്യാന്നാൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുക. റീഎമിറ്റ് ചെയ്താൽ അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട താഴേക്ക് തന്നെ വരുമല്ലോ. ഈ സാധനം താഴേക്ക് തന്നെ വരും, ഈ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് റേഡിയേഷൻ തന്നെയാണ് റീഎമിറ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ റേഡിയേറ്റീവ് ട്രാൻസിഷൻ? റേഡിയേഷൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് ദാറ്റ് ഇൻവോൾവ് എയ്തർ ദ അബ്സോർപ്ഷൻ ഓർ ദ എമിഷൻ ഓഫ് റേഡിയേഷൻ ഈസ് കോൾഡ് റേഡിയേറ്റീവ് ട്രാൻസിഷൻ. ഇപ്പോൾ ഈ പാരഗ്രാഫിൽ ഈ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യണം. ബാക്കി നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ അടുത്ത പേജിലാണുള്ളത്. ഈ ഒരു പാരഗ്രാഫിലാണ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഉള്ളത്. ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ദ അബ്സോർപ്ഷൻ ഓർ എമിഷൻ ഓഫ് റേഡിയേഷൻ ആർ കോൾഡ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. അതായത് റേഡിയേഷൻ്റെ പ്രസൻസിൽ അല്ലാതെ, റേഡിയേഷൻ അല്ലാതെ വേറെ ആരാ ഉള്ളത്? പിന്നെ ഉള്ളത് ഹീറ്റ് അല്ലേ? സോ ഹീറ്റ് ആയിരിക്കാം. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും ഹീറ്റിനെ പുറത്തുവിടുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ട്രാൻസിഷൻസിനെയാണ് നമ്മൾ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ട്രാൻസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? റേഡിയേറ്റീവ് ട്രാൻസിഷൻസും നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസും. റേഡിയേഷനെ അബ്സോർബും എമിറ്റും ചെയ്തുകൊണ്ട് നടക്കുന്ന ട്രാൻസിഷൻ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. ഇനി റേഡിയേഷൻ അല്ലാതെ ഹീറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ റേഡിയേറ്റീവ്, റേഡിയേഷൻ അല്ലാതെ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇനിയാണ് നമ്മൾ ജബ്ലോൺസ്കി ഡയഗ്രത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇതാണ് എന്ത്? ജബ്ലോൺസ്കി ഡയഗ്രാം. ഇതിൽ ഒരുപാട് ലൈൻസ് കാണാം. ഇതെന്താ ഒന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട, അത് ഓരോന്നും എന്താണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇങ്ങനെ സോളിഡ് ആയിട്ടുള്ള ലൈൻസ് കാണാം. സോളിഡ് ലൈൻസ് കാണില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ഒരു വര, സ്കെയിൽ വെച്ച പോലത്തെ വര. ഓക്കെ, ഇത്തരത്തിലുള്ള വരകൾ സൂചിപ്പിക്കുന്നത് ട്രാൻസിഷനാണ്. ഏത് ട്രാൻസിഷൻ ആയിരിക്കും? റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. റേഡിയേഷൻ്റെ എമിഷനും റീഎമിറ്റും കാരണം ഉണ്ടാകുന്ന ട്രാൻസിഷൻസ് അത് കാണിക്കാനാണ് സോളിഡ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു വേവി ലൈൻസ് കാണാം, വളഞ്ഞിട്ടുള്ള ലൈൻസ് അല്ലേ? ഈ വേവി ലൈൻസ് കാണിക്കുന്നത് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. അപ്പം നിങ്ങൾ ഈ വേവി ലൈൻ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അവിടെ റേഡിയേഷൻ അല്ല അബ്സോർബ് ചെയ്യുന്നതും റീഎമിറ്റ് ചെയ്യുന്നത് മേ ബി ഹീറ്റിൻ്റെ രൂപത്തിലായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം സോളിഡ് ലൈൻ കാണിക്കുന്നത് റേഡിയേറ്റീവ് ട്രാൻസിഷനെയും വേവി ലൈൻസ് കാണിക്കുന്നത് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസിനെയും ആണ്. അപ്പോൾ ഈ ഒരു പാർട്ടിലെ, ഈ ഒരു ഡയഗ്രത്തിലെ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ വരകൾ കാണുന്നതിൽ എന്താണ് ആ വരകൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഈ ഡയഗ്രത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഞാൻ ആദ്യം താഴെ കുറച്ച് വരകൾ വരയ്ക്കാം. ഇതൊക്കെ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി മാറിപ്പോവും. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ആണ്? സിംഗ്ലറ്റ് സ്റ്റേറ്റ്. സോ ഞാനിതിനെ S0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. 0 പറഞ്ഞാൽ സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ സിംഗ്ലറ്റ് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഈ ഒരു പി ഓർബിറ്റിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ.
അല്ലേ? പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പം എന്തായിരുന്നു ഇക്വേഷൻ? 2s+1. 2s+1ലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു എസിൻ്റെ സ്ഥാനത്ത് +1 -1 ആയ കാരണം 0 ആയിപ്പം 0+1. അപ്പോൾ ആൻസർ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റിൻ്റെ വാല്യൂ 1 കിട്ടുന്ന സ്റ്റേറ്റ് ആണ് സിംഗ്ലറ്റ് സ്റ്റേറ്റ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺ പെയർഡ് ആയിട്ടായിരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിൻ്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോൺ എന്തായിരിക്കും? പെയർഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് മോളിക്യൂൾസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൈൻസ് വരയ്ക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കേട്ടോ. ഇത് S1 സ്റ്റേറ്റ് ആണ്. S1 എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ സിംഗ്ലറ്റ് ആണ്, സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. S0 പറഞ്ഞാൽ സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഇവിടെ ഇരിക്കുന്ന കുറേ മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസ് UV വിസിബിൾ റേഞ്ചിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെ കാണിക്കാം, ആരോ മാർക്കറിൻ്റെ സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, മൂന്ന് ലൈനാണ് ഇപ്പോൾ കാണിക്കുന്നത്. സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. അവിടെ നിന്നും ഈ മുകളിലെത്തിയ മോളിക്യൂൾ അപ്പം തന്നെ ഈ റേഡിയേഷനെ റീഎമിറ്റ് ചെയ്തിട്ട് എന്തായി? അവരവിടെ നിന്നും താഴത്തേക്ക് തന്നെ പോയി എന്ന് വിചാരിക്കാം. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും എവിടേക്ക് പോയി? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഒരു കാര്യം ആദ്യമേ പറയാം, ഇവിടെ ഇരിക്കുന്ന മോളിക്യൂൾ മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരുപാട് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് തിരിച്ച് അവരെങ്ങോട്ടേക്ക് തന്നെ വരും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അപ്പം ഗ്രൗണ്ടിൽ നിന്നും എക്സൈറ്റഡ് എത്തിയിട്ട് ഒട്ടനവധി ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി അവിടെ നിന്നും റേഡിയേഷനെ തന്നെ റീഎമിറ്റ് ചെയ്താൽ ഇവരുടെ ആക്ടിവിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അവരെവിടേക്ക് തന്നെ വരും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ഇങ്ങനെ നടക്കുന്ന പ്രോസസ്സിന് ഞാനൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന്. എന്താണ്? റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ റീഎമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഫ്ലൂറസെൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടേക്ക് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് ഫ്ലൂറസെൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി പറയാനുള്ളത്, ഇതിപ്പോൾ S0 സ്റ്റേറ്റ് ഇങ്ങനെയാണ് വരച്ചത്. ഇനി സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇങ്ങനെ പെയർഡ് ആയിരുന്നു. സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും ഇലക്ട്രോൺ നിൽക്കുക? അതും കൂടെ പറയണ്ടേ? ഈ ഇലക്ട്രോൺ എങ്ങനെയാണോ ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരിക്കും. ഒന്ന് പാരലൽ സ്പിന്നും ഒന്ന് ആൻറ്റി പാരലൽ സ്പിന്നും. ഓർബിറ്റിലൊന്ന് അങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലും ഇതിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റീൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ സിംഗ്ലറ്റ് സ്റ്റേറ്റ് തന്നെയാണ്. സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയ കാരണമാണ് ഇപ്പുറത്തേക്ക് പോയത്. ഇത് എന്തുകൊണ്ടാണ് സ്പിൻ ഇൻവേർഷൻ, അതായത് ഇങ്ങനെ രണ്ടും ഇങ്ങനെ നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ ഇത് ക്വാണ്ടം മെക്കാനിക്കലി സ്പിൻ ഫോർബിഡൻ ആണ്. സെലക്ഷൻ റൂളുണ്ട്. സെലക്ഷൻ റൂളിൽ ഫോർബിഡൻ ആണ് സ്പിൻ ഇൻവേർഷൻ. ഒരേ സ്പിന്നിൽ സ്പിൻ ഇൻവേർഷൻ ഫോർബിഡൻ ആണ്. ഇനി സ്പിൻ ഇൻവേർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് മാറും, അത് ഞാൻ പിന്നെ പറയാം. സോ ഇവിടെ ഫോർബിഡൻ ആയ കാരണമാണ് ഈ സ്പിന്ന് ഒന്ന് പാരലൽ സ്പിന്നും ആൻറ്റി പാരലൽ സ്പിന്നായിട്ട് തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലൂറസെൻസ് പറയാനുള്ളത്. അപ്പോൾ ഇനി വേറെ പറയാനുള്ളത്, ഈ ഓരോ സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും. അത് പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരച്ചാൽ മനസ്സിലാവാത്തതുകൊണ്ട് ഞാനൊന്ന് ചെരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ S1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് സിംഗ്ലറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്. സിംഗ്ലറ്റിന് തൊട്ട് താഴെ ആയിരിക്കും എനർജി ഉണ്ടാവാം. എനർജി കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ വരച്ചത്. അപ്പോൾ നമ്മളിതിനെ T1 എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? ഇതിനെ S1 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ഇതിനെ T1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെ ട്രിപ്ലറ്റ് ആയി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ സ്പിൻ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്പിൻ ഇൻവേർഷൻ നടന്നു എന്ന് കരുതാം. സ്പിൻ ഇൻവേർഷൻ നടന്നു. അപ്പോൾ ഇവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എത്രയാണ് നോക്കാം. 2s+1 = 2 ഇൻറ്റു ഹാഫ് 1 വരും, +1 = എത്ര വരും? 3 വരും. ദാറ്റ് മീൻസ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി 3 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഏത് സ്റ്റേറ്റ് ആണ്? ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രിപ്ലറ്റായി. ഇനി ഈ ട്രിപ്ലറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. സപ്പോസ് ഈ താഴെ ഇരിക്കുന്ന മോളിക്യൂൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. ഇവിടെ നിന്നും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തിയ മോളിക്യൂൾ, ഇവിടെ വേവി ലൈൻസ് കാണിക്കാം. വേവി ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു,
റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റിനെയാണ് ഇവർ പുറത്ത് വിടുന്നതെങ്കിൽ വേവി ലൈൻസ് കാണിക്കും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ മുകളിലെത്തിയ ആൾക്കാർ ഹീറ്റിനെ പുറത്ത് വിട്ടുകൊണ്ട് ഈ താഴത്തെ ലെവലിൽ ഈ ലെവലിൽ തന്നെ താഴത്തെ ലെവലിൽ എത്തിയെന്ന് കരുതാം. ഇവിടെ നിന്നും ഇത് ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് വഴി, ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് വെച്ചാൽ സിസ്റ്റം മാറിയില്ലേ, സിംഗ്ലറ്റ് നിന്ന് ട്രിപ്ലറ്റിലേക്ക് പോയില്ലേ, ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് വഴി S1-ൽ നിന്നും T1-ലേക്ക് പോയി എന്ന് കരുതാം. ഈ മോളിക്യൂൾ ഇവിടെ നിന്നും ഇവിടേക്ക് പോകാതെ എവിടേക്ക് പോയി, T1-ലേക്ക് പോയി. അപ്പോൾ ഇവിടെ വേവി ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഹീറ്റാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ത് പേരാ വിളിക്കുക? ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് ഷോർട്ടാണ് എഴുതിയ കേട്ടോ. ഈ മോളിക്യൂൾ എന്ത് ചെയ്ത് ഇവിടെ എത്തി, ട്രിപ്ലറ്റിൻ്റെ മുകളിലത്തെ നിലയിലെത്തി. അവിടെ നിന്നും ഹീറ്റ് പുറത്ത് വിട്ടുകൊണ്ട് അത് ട്രിപ്ലറ്റിന് തന്നെ എവിടെ എത്തി, താഴത്തെ സ്റ്റേറ്റിലെത്തി. ഓക്കെ, ഇനി അവിടെ നിന്നും ഈ ഒരു ലെവലിൽ നിന്നും എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു മോളിക്യൂൾ റേഡിയേഷനെ പുറത്ത് വിട്ടുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നു. കുറേ മോളിക്യൂൾ ഉണ്ടെന്ന് കരുതുന്നത്, അവിടെയൊക്കെ കുറേ മോളിക്യൂൾ ഉണ്ട്. അവരൊക്കെ റേഡിയേഷനെ പുറത്ത് വിട്ടുകൊണ്ട് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് കരുതാം. അപ്പോൾ അത് ഏതായിരിക്കും? അതിനെയാണ് ഫോസ്ഫോറസൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഒരു ടൈം ലാഗിന് ശേഷം, ആ ടൈം ലാഗ് എങ്ങനെ വന്നു, ഈ മോളിക്യൂൾ ഇവിടെ എത്തി, ഇവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് ഇവിടെ എത്തണമല്ലോ. ഇപ്പോൾ ഒരു ടൈം ലാഗ് എടുത്തു. സോ ഒരു റേഡിയേഷനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു ടൈം ലാഗിന് ശേഷം ആ റേഡിയേഷൻ തന്നെ റീഎമിറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രോസസ്സാണ് ഫോസ്ഫോറസൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൂറസൻസ് പറഞ്ഞു, ഫോസ്ഫോറസൻസ് പറഞ്ഞു. ഫോസ്ഫോറസൻസ് എങ്ങനെയാണ് ഇപ്പോൾ നടന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഹീറ്റിനെ പുറത്ത് വിട്ടുകൊണ്ട് സിംഗ്ലറ്റിൻ്റെ താഴത്തെ ലെവലിലെത്തി. അവിടെ നിന്നും ഹീറ്റിനെ പുറത്ത് വിട്ടുകൊണ്ട് ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴി ട്രിപ്ലറ്റിൻ്റെ മുകളിലത്തെ നിലയിലെത്തി. അവിടെ നിന്നും ഹീറ്റിനെ പുറത്ത് വിട്ടുകൊണ്ട് ട്രിപ്ലറ്റിൻ്റെ താഴത്തെ ലെവലിലെത്തി. അവിടെ നിന്നും റേഡിയേഷനെ പുറത്ത് വിട്ടുകൊണ്ട് അത് എവിടെ എത്തുന്നു, സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെത്തുന്നു. ഈ ഒരു പ്രോസസ്സ് ആണ് എന്ത്, ഫോസ്ഫോറസൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോസസ്സ് രണ്ട് വഴിയാണ്. ഫ്ലൂറസൻസ് ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഇവിടെ എത്തി. ഫോസ്ഫോറസൻസ് ഇവിടുന്ന് ഇവിടെ, ഇവിടുന്ന് ഇവിടെ, ഇവിടുന്ന് ഇവിടെ. ഓക്കെ, വന്ന വഴി വ്യത്യാസമുണ്ട്. ഇനി നമുക്കിതിൽ കുറേ വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സപ്പോസ് ഇവിടെ ഇരിക്കുന്ന മോളിക്യൂൾസ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ എത്തിയെന്ന് കരുതാം. ഇനിയിപ്പം ഈ ഒരു ലെവലിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇവിടേക്കൊക്കെ വരയ്ക്കാൻ പോവാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയ മോളിക്യൂൾ ഓക്കെ ഇവിടെ നിന്നും ഹീറ്റിനെ പുറത്ത് വിട്ടുകൊണ്ട് ഇതിൻ്റെ താഴത്തെ നിലയിലെത്തിയെന്ന് കരുതാം. ഇവിടെ നിന്നും ഇവിടെ നിന്നും സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഇത് എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ കൺവേർഷൻ വഴി, ഇൻറ്റേർണൽ കൺവേർഷൻ IC എന്നാണ് എഴുതുന്നത്, ഇൻറ്റേർണൽ കൺവേർഷൻ വഴി സിംഗ്ലറ്റിൻ്റെ തന്നെ ഈ S0ൻ്റെ മുകളിലത്തെ നിലയിലെത്തിയെന്ന് കരുതാം. ഈ S0ൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും അത് വീണ്ടും ഹീറ്റിനെ പുറത്ത് വിട്ടുകൊണ്ട് S0ൻ്റെ താഴത്തെ ലെവലിലേക്ക് വന്നു എന്ന് കരുതാം. ഓക്കെ, ഇങ്ങനെയും എന്ത് ചെയ്യാം, ഈ താഴത്തിരിക്കുന്ന മോളിക്യൂളിന് മുകളിലെത്തിയിട്ട് താഴേക്ക് തന്നെ വരാം. ഒന്നുകൂടെ പറയാം, താഴെ ഇരിക്കുന്ന മോളിക്യൂൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് മുകളിൽ സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ എത്തുന്നു. സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഹീറ്റിനെ പുറത്ത് വിട്ടുകൊണ്ട്, ഇതിവിടെ ഇപ്പോൾ എഴുതിയത് ഇൻറ്റേർണൽ കൺവേർഷനാണ്. ഇൻറ്റേർണലി കൺവേർട്ട് ചെയ്യാനാണ് എന്താ, S-ന്ന് S-ലേക്ക്. അപ്പോൾ ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്, S1-ൽ നിന്നും S0ലേക്കാണ്. നേരത്തെ നമ്മൾ സാധനം എഴുതിയല്ലോ, ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. ഇൻ്റർ സിസ്റ്റം വെച്ചാൽ സിസ്റ്റം മാറി, സിംഗ്ലറ്റ് S1 നിന്ന് T1ലേക്കാണ് എന്ത് നടന്നത്, ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് നടന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻറ്റേർണൽ കൺവേർഷൻ ഒരേ സ്റ്റേറ്റിൻ്റെ ഉള്ളിലും ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് രണ്ട് സ്റ്റേറ്റ് തമ്മിലാണ് നടക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് എവിടെ എത്തി, ഈ ഒരു വഴിക്കും ഈ താഴെ ഇരിക്കുന്ന മോളിക്യൂളിലും മുകളിലത്തെ നിലയിൽ നിന്ന് വീണ്ടും താഴേക്ക് തന്നെ എത്താം. ഓക്കെ, അതന്നെയാണ് ഇവിടെയും നമുക്ക് വരയ്ക്കാം. ഇതേ സാധനം ഇവിടെ വരച്ചിട്ടാണ് ടെക്സ്റ്റിൽ കാണാം താഴോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഫ്ലൂറസൻസ് പഠിച്ചു, ഫോസ്ഫോറസൻസ് പഠിച്ചു, ഫ്ലൂറസൻസ്, ഫോസ്ഫോറസൻസ്, ഇൻറ്റേർണൽ കൺവേർഷൻ, ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇൻറ്റേർണൽ കൺവേർഷൻ S1 നിന്ന് S0ലേക്കാണ് നടക്കുക. ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് S1 നിന്ന് T1ലേക്കാണ്. ഫ്ലൂറസൻസ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നടക്കുന്നത്, എവിടെ നിന്നായിരുന്നു ചിത്രത്തിൽ നോക്കൂ, S1-ൽ നിന്നും S0ലേക്ക്. അതായത്
സിംഗ്ലറ്റ് ടു സിംഗ്ലറ്റ് ആണ് ഫ്ലൂറസെൻസ് നടക്കുക. ഇനി ഫോസ്ഫോറസെൻസോ, ഫോസ്ഫോറസെൻസ് ഇവിടെ നിന്ന് ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇവിടേക്ക്, അതായത് T1 നിന്നും S0ലേക്ക്. അപ്പോൾ എന്താ നമ്മൾ എഴുതുക? ട്രിപ്ലറ്റ് ടു സിംഗ്ലറ്റ് ആണ് എന്ത് നടക്കുന്നത്? ഫോസ്ഫോറസെൻസ് നടക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട് വൺ വേർഡിന്. ഈ ഒരു കൺവേർഷൻസ് എവിടെ നിന്ന് എവിടേക്ക് നടക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അത് വൺസ് നമ്മളത് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം മനസ്സിലാവും. ഇൻറ്റേർണൽ കൺവേർഷൻ, ആ പേര് തന്നെ ഉണ്ട്, ഇൻറ്റേർണലി സെയിം സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അത് S1 നിന്ന് S0ലേക്ക് അല്ലെങ്കിൽ S2 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇൻ്റർസിസ്റ്റം ക്രോസിങ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? S1 നിന്ന് T1ലേക്ക്. ഫ്ലൂറസെൻസ് സെയിം മൾട്ടിപ്ലിസിറ്റി തമ്മിൽ S to S ആണ്. ഫോസ്ഫോറസെൻസ് നടക്കുന്നത് T to S ആണ്. ട്രിപ്ലറ്റിൽ നിന്നും സിംഗ്ലറ്റിലേക്കാണ് ഫോസ്ഫോറസെൻസ് നടക്കുന്നത്. ഇനി ഇതിൽ ചിലത് ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്, ചിലത് അലൗഡ് ട്രാൻസിഷൻസ് ആണ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. സെലക്ഷൻ റൂൾ അത് നമ്മൾ വേറെ ചാപ്റ്ററിൽ പഠിച്ച് കാണും, സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെലക്ഷൻ റൂൾ വെച്ചിട്ട് ചില ട്രാൻസിഷൻസ് അലൗഡ് ആണ്, ചില ട്രാൻസിഷൻസ് എന്താണ്? ഫോർബിഡൻ ആണ്. അപ്പോൾ ഇവിടെ എഴുതിയതിൽ ഈ സെയിം സ്റ്റേറ്റ് തമ്മിലുള്ള എല്ലാ ട്രാൻസിഷൻസും അലൗഡ് ആണ്. അപ്പോൾ ഇത് S to S ആയ കാരണം ഇതെന്തായിരിക്കും? ഒരു അലൗഡ് ട്രാൻസിഷൻ ആയിരിക്കും. ഈ അലൗഡ് ട്രാൻസിഷൻ ഈസ് ഓൾവേസ് സ്പീഡിൽ നടക്കും, ക്വിക്കായിട്ട് നടക്കും. അപ്പോൾ ഇൻറ്റേർണൽ കൺവേർഷൻ ഒരു സ്പീഡ് ട്രാൻസിഷനാണ്, ബിക്കോസ് അതൊരു അലൗഡ് ട്രാൻസിഷനായ കാരണം. ഇനി ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് നോക്കുക. ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് Sഉം Tയും ആണ്, സിംഗ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലേക്കാണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് മൾട്ടിപ്ലിസിറ്റി ആയ കാരണം ഇതൊരു ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്തേ ഉള്ളൂ? വെരി സ്ലോ ആയിട്ട് നടക്കുള്ളൂ. ഇനി ഫ്ലൂറസെൻസിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് പറയാലോ, സിംഗ്ലറ്റിൽ നിന്ന് സിംഗ്ലറ്റിലേക്കാണ് ഫ്ലൂറസെൻസ്. സെയിം മൾട്ടിപ്ലിറ്റീസ് തമ്മിൽ ട്രാൻസിഷൻ എന്താണ്? അലൗഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അലൗഡ് ട്രാൻസിഷൻ ആണ് ആൻഡ് ഓൾവേസ് സ്പീഡിൽ നടക്കുന്നു. അതുപോലെ ഫോസ്ഫോറസെൻസ് ഡിഫറെൻറ്റ് മൾട്ടിപ്ലിസിറ്റി ആയ കാരണം ഒരു ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്, അതുപോലെ തന്നെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെന്തായാലും നോട്ടിൽ എഴുതിയിട്ട് ബോക്സിലാക്കി വെക്കണം, ഡയഗ്രാം വരയ്ക്കുകയും വേണം. ഇനി നിങ്ങൾ പേജ് നമ്പർ 360 എടുക്കുക, 360. അതിൽ ഈ ഒരു പാരഗ്രാഫിൽ ഞാൻ വരച്ച കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. അതിലെന്താ പറയണതെന്ന് വെച്ചാൽ എവിടെ വെച്ചാണ് ഒരു മോളിക്യൂൾ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാണ് പറയണത്. നമ്മൾ പറഞ്ഞു ഒബ്വിയസ്ലി ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാകും, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ ഇതും എക്സൈറ്റഡ് ആണ്, ഇതും എക്സൈറ്റഡ് ആണ്. ഇവിടെ രണ്ട് സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും മോളിക്യൂൾ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കൂ, എവിടെയാണ് മോളിക്യൂൾ ഒരുപാട് സമയം ഇരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഫോസ്ഫോറസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിലേയ്ഡ് ട്രാൻസിഷൻ ആണ്. ഒരു ടൈം ലാഗിന് ശേഷം മാത്രമേ ഉള്ളൂ അത് റേഡിയേഷൻ റീഎമിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മോളിക്യൂളാണ് ഒരുപാട് സമയം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ വെച്ചായിരിക്കും റിയാക്ഷൻ നടക്കാൻ മോസ്റ്റ് പ്രോബബിലിറ്റി. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയണത്. കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ക്യാൻ എക്സൈറ്റഡ് മോളിക്യൂൾ മേ അണ്ടർഗോ, അതായത് ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ വെച്ചായിരിക്കും നടക്കുന്നത്. ദിസ് ഈസ് പോസിബിൾ ഫ്രം S1 and T1. S1 നിന്നും T1 നിന്നും നടക്കാൻ ചാൻസ് ഉണ്ട്. ഹവർ ദ ലോങ്ങർ ലൈഫ് ടൈം ഓഫ് T1ലാണ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലാണ് ഒരു മോളിക്യൂൾ ഒരുപാട് സമയം ഇരിക്കുന്നത് എസ് കമ്പയർഡ് ടു S1. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ നടക്കാൻ ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലം T1 ആണ്, ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇത് അണ്ടർലൈൻ ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. IC-യും ISC-യും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? IC ഇൻറ്റേർണൽ കൺവേർഷൻ, ISC എന്താണ്? ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക? IC എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുക? സിംഗ്ലറ്റിൽ നിന്ന് സിംഗ്ലറ്റിലേക്കാണ്. ISC സിംഗ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലേക്കാണ്. അതൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താ നോക്കാം. IC ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു വേവി ലൈൻസ് അല്ലേ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഇവിടെ റേഡിയേഷൻ അല്ല ഹീറ്റാണ് പുറത്ത് വിട്ടത്. സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഓൾറെഡി അറിയാം, ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണ് ഇൻ വിച്ച് ആൻ എക്സൈറ്റഡ് മോളിക്യൂൾ അണ്ടർഗോ ട്രാൻസിഷൻ ടു എ ഹയർ വൈബ്രേഷൻ ലെവൽ ഓഫ് എ ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓഫ് ദ സെയിം മൾട്ടിപ്ലിസിറ്റി തമ്മിലാണ് IC നടക്കുന്നത്. അപ്പോൾ അതേ സ്ഥലത്ത് നമ്മൾ ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് എന്താ എഴുതുക? ഇൻ്റർ സിസ്റ്റം ക്രോസിംഗും ഈസ് എ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. ഇവിടെയും നമ്മൾ എന്താ വരച്ചിരിക്കുന്നത്? ഒരു വേവി ലൈനാണ് വരച്ചത്. അതിൻ്റെ അർത്ഥം ഇതും ഒരു ഹീറ്റിനെയാണ് പുറത്തുവിടുന്നത്. ദാറ്റ് മീൻസ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്.
അപ്പോൾ ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ് ഇൻ വിച്ച് എൻ എക്സൈറ്റഡ് മോളിക്യൂൾ അണ്ടർഗോ എ ട്രാൻസിഷൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഡിഫറെൻറ്റ് മൾട്ടിപ്ലിസിറ്റിയിലേക്കാണ് പോകുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Thus molecular spin state remain the same during internal conversion. സ്പിൻ സ്റ്റേറ്റ് സെയിം അല്ലേ, സിംഗ്ലറ്റിന് സിംഗ്ലറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെയാണെങ്കിലോ മോളിക്കുലർ സ്പിൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സിംഗ്ലറ്റും ട്രിപ്ലറ്റും തമ്മിലാണ് നടക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, internal conversion occurs in a case where the vibrational and rotational level of the excited state overlap with those of a lower electronic state of the same multiplicity. അതായത് എസിൻ്റെയും മുകളിലത്തെയും താഴത്തെയും ലെവൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നത്. ഇവിടെയാണെങ്കിലോ ആരാ ഓവർലാപ്പ് ചെയ്യുന്നത്? ഡിഫറെൻ്റ് മൾട്ടിപ്ലിസിറ്റിയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ മുകളിലത്തെ നിലയും ഇതിൻ്റെ താഴത്തതും ഇതിൻ്റെ മുകളിലത്തെ ആൾക്കാരും ലെവലും തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നാലാമത്തത്, ഇത് സ്പിൻ അലൗഡ് ട്രാൻസിഷനാണ്. സെയിം മൾട്ടിപ്ലിസിറ്റി ആയ കാരണം സ്പിൻ അലൗഡ് ആണ്, സ്പീഡിൽ നടക്കുന്നു. ഇത് സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷനാണ്, അതുകൊണ്ട് തന്നെ സ്ലോവർ ദാൻ ഐ സി, മെല്ലെ സ്ലോ ആയിട്ടേ അത് നടക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുണ്ടായിരുന്നത്? ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ പറയാനുണ്ടായിരുന്നത്. ഇനി ടെക്സ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലൂറസൻസ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലൂറസൻസിൽ നമ്മളിപ്പോൾ ഈ ജബ്ലോൺസ്കി ഡയഗ്രാം ഓവറോൾ അല്ലേ പറഞ്ഞത്, അപ്പോൾ അതിൽ ഫ്ലൂറസൻസിൻ്റെ ഭാഗം മാത്രം എടുത്ത് വരയ്ക്കുകയും അതിനെപ്പറ്റി മാത്രം പറയുകയും ചെയ്യുന്നൊരു സെക്ഷനാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്, വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ഡയഗ്രാം കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, നമ്മൾ ജബ്ലോൺസ്കി ഡയഗ്രാം നേരത്തെ വരച്ചില്ലേ, ആ ഓവറോൾ ഭാഗത്തിൽ നടുവത്തെ ഭാഗമായിരുന്നു ഫ്ലൂറസൻസ്. അപ്പോൾ അത് മാത്രമേ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ വേണേൽ പറയാം. ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കണ S0 ഒരു മോളിക്യൂൾ UV വിസിബിൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് S1 പോകുന്നു. S1 ഹയർ ലെവലിൽ നിന്നും ഹീറ്റ് പുറത്ത് വിട്ട് S1 താഴത്തെ ലെവലിലേക്ക് വരുന്നു. S1 താഴത്തെ ലെവലിൽ നിന്നും റേഡിയേഷനെ തന്നെ പുറത്ത് വിട്ടുകൊണ്ട് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലൂറസൻസ് എന്ന് വിളിക്കുന്നത്. ഫ്ലൂറസൻസ് S0 പെയർഡ് ആയിരിക്കും, S1 സെയിം പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ സ്പിന്നായിരിക്കും, പക്ഷെ ഡിഫറെൻറ്റ് ഓർബിറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് S0 സ്റ്റേറ്റ്, ഇത് S1 സ്റ്റേറ്റ്, സിംഗ്ലറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും സിംഗ്ലറ്റിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റും. ഇതൊക്കെ അല്ലേ? ഇതേ സാധാരണ എക്സ്പ്ലനേഷൻ, അതായത് സെയിം എക്സ്പ്ലനേഷനാണ് ഇവിടെ ഉള്ളത്. വായിച്ച് നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഇനി പറയാനുള്ളത്, ഈ ഫ്ലൂറസൻസ് എന്ന് പറയുന്നത് സ്പിൻ അലൗഡ് ട്രാൻസിഷനാണ്, അതുകൊണ്ട് സ്പീഡിൽ നടക്കുന്നു. വേറൊരു എക്സ്ട്രാ പോയിന്റ് ഇവിടെ പറയാനുള്ളത് ഈ രണ്ട് പോയിന്റാണ്. ഫ്ലൂറസൻസ് എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും നടക്കും. 3 സ്റ്റേറ്റിൽ നടക്കുന്നൊരു ഫിനോമിനയാണ് ഫ്ലൂറസൻസ്. അപ്പം അതിൻ്റെ 2 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സൊല്യൂഷൻ ഓഫ് ക്യുനൈൻ സൾഫേറ്റ് എമിറ്റ് ബ്രൈറ്റ് ബ്ലൂ ഫ്ലൂറസെൻറ്റ് ലൈറ്റ്. സൊല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണിത്, ലിക്വിഡ് സ്റ്റേറ്റിലെ എക്സാമ്പിൾ. ഇതും ലിക്വിഡ് സ്റ്റേറ്റിലെ എക്സാമ്പിളാണ്. ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് ക്ലോറോഫിൽ ഫ്ലൂറസൻസ് വിത്ത് ഡീപ്പ് റെഡ് കളർ. ഇത് രണ്ടും ഫ്ലൂറസൻസിൻ്റെ എക്സാമ്പിൾ ആക്കിയിട്ട് ഇവിടെ എഴുതി വെക്കുക. ഫ്ലൂറസൻസ് ചിലപ്പോൾ എക്സാമിന് ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ ഫ്ലൂറസൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം വരച്ചാലും മതിയാവും, അതിനെപ്പറ്റി മാത്രം എഴുതിയാലും മതി. ഇനി മറ്റേ വലിയ ഡയഗ്രാം വരച്ചെന്ന് വിചാരിച്ചൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലിപ്പോൾ അവരിത് മാത്രമേ വരച്ചിട്ടുള്ളൂ. അങ്ങനെ എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ. S1 എന്ന് S0 ഫ്ലൂറസൻസ് സംഭവിക്കുന്നത്, സ്പിൻ അലൗഡ് ആണ്, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ സ്പീഡിൽ നടക്കുന്നു. ഇനി അതുപോലെ തന്നെ ഫ്ലൂറസൻസ് കഴിഞ്ഞ് ഫോസ്ഫോറസൻസ് എന്നൊരു ഹെഡിങ് കാണാം. അവിടെയും നോക്കൂ, ഫോസ്ഫോറസൻസിൻ്റെ ചിത്രം മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് S1 എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തുന്നു. S1 എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഹീറ്റ് പുറത്ത് വിട്ടുകൊണ്ട് S1 താഴത്തെ സ്റ്റേറ്റിലെത്തുന്നു. അവിടെ നിന്നും ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴി, അത് വേവി ലൈനാണ്, ബിക്കോസ് ഹീറ്റാണ് പുറത്തുവിടുന്നത്. ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴി T1 മുകളിലത്തെ ഹയർ ലെവലിലെത്തുന്നു. T1 ഹയർ ലെവലിൽ നിന്നും ഹീറ്റ് പുറത്തിട്ടുണ്ട് T1 ലോവർ ലെവലിൽ എത്തുന്നു. അവിടെ നിന്നും റേഡിയേഷനെ റീഎമിറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? S0 അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഇതാണ് ഫോസ്ഫോറസൻസ്. ഫോസ്ഫോറസൻസ് നടക്കുന്നത് T1 നിന്നും എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? T1 നിന്നും S0. പിന്നെ ഇതൊരു ഡിലേഡ് ട്രാൻസിഷനാണ്, അതുകൊണ്ട് തന്നെ ഫോസ്ഫോറസൻസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇത് നോക്കണേ, സിംഗ്ലറ്റ് ആണെങ്കിൽ പെയേർഡ്, S1 ആണെങ്കിൽ പെയേർഡ് മീൻസ് പാരലൽ സ്പിന്നും ആൻറ്റി പാരലൽ സ്പിന്നും ഇങ്ങനെ തന്നെ വരയ്ക്കണം. ട്രിപ്ലറ്റ് ആണെങ്കിൽ രണ്ടും പാരലൽ സ്പിൻ ആയിരിക്കും, അപ്പോഴേ 2s+1 കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫോസ്ഫോറസൻസ്. പിന്നെ ഫോസ്ഫോറസൻസിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയിൽ പിന്നെ പറയാനുള്ളത്, ഫ്ലൂറസൻസ് സോളിഡും ലിക്വിഡും ഗ്യാസും എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോസ്ഫോറസൻസ് സോളിഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതൊരു മെയിൻ പോയിൻ്റാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം.
ബാക്കിയുള്ള എല്ലാ പോയിന്റും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇത് ഒരു സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷനാണ്, അതുകൊണ്ട് സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. ഇനി ഇതിൽ ലാസ്റ്റ് പോയിന്റായിട്ട് പറയാനുള്ളത് ഫ്ലൂറസൻസും ഫോസ്ഫോറസൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് എഴുതാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ ബോക്സിലാക്കി എഴുതി വെക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇഫ് എ സിസ്റ്റം അബ്സോർബ്സ് റേഡിയൻറ്റ് എനർജി ആൻഡ് ദെൻ എമിറ്റ് ഇറ്റ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റാനിയസ്ലി. അവിടെ ഈ വേർഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻസ്റ്റൻറ്റാനിയസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ, ഇൻസ്റ്റൻറ്റാനിയസ്ലി ഇൻ ദ ഫോം ഓഫ് എ റേഡിയേഷൻ ആയിട്ട് തന്നെയാണ് റീഎമിറ്റ് ചെയ്യുന്നത്. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂറസൻസ്. അപ്പോൾ ഫ്ലൂറസൻസ് ഇൻസ്റ്റൻറ്റേനിയസ്ലി നടക്കുന്നു, റേഡിയേഷനെയാണ് റീഎമിറ്റ് ചെയ്യുന്നത്. ഫോസ്ഫോറസൻസ് ആണെങ്കിലോ അത് ഒരു ടൈം ലാഗിന് ശേഷമാണ് നടക്കുന്നത്, പിന്നെ അവിടെയും റേഡിയേഷൻ തന്നെയാണ് റീഎമിറ്റ് ചെയ്യുന്നത്. അതാണ് എന്ത്, ഫോസ്ഫോറസൻസ്. രണ്ടാമത്തെ പോയിന്റ്, ഫ്ലൂറസൻ്റ് എമിഷൻ സീസസ് ആസ് സൂൺ ആസ് എ സോഴ്സ് ഓഫ് എക്സൈറ്റിംഗ് റേഡിയേഷൻ ഈസ് റിമൂവ്ഡ്. നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് റേഡിയേഷൻ കട്ട് ഓഫ് ചെയ്താൽ ഫ്ലൂറസൻസും എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷേ ഫോസ്ഫോറസൻസ് എങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് സോഴ്സ് കട്ട് ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ ഫോസ്ഫോറസൻസ് നടക്കും. അതിങ്ങനെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഫ്ലൂറസൻസ് ക്യാൻ ബി സ്റ്റിമുലേറ്റഡ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ആൻഡ് സോളിഡ്സ്. ഞാൻ പറഞ്ഞു ഫ്ലൂറസൻസ് ഗ്യാസും ലിക്വിഡും സോളിഡും എക്സിബിറ്റ് ചെയ്യുന്നു, പക്ഷേ ഫോസ്ഫോറസൻസ് സോളിഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, ഇത് മെയിൻ പോയിന്റ് ആണ്. ഫ്ലൂറസൻസ് നടക്കുന്നത് S1 നിന്നും S0യിലേക്കാണ്. ഇതൊരു സ്പിൻ അലൗഡ് ട്രാൻസിഷനാണ്, അതുകൊണ്ട് സ്പീഡിൽ നടക്കുന്നു. ഫോസ്ഫോറസൻസ് നടക്കുന്നത് T1 നിന്നും S0യിലേക്കാണ്, അതായത് ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് സിംഗ്ലറ്റ് സ്റ്റേറ്റിലേക്ക്. ഇതൊരു സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷനാണ്, അതുകൊണ്ട് സ്ലോ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ജബ്ലോൺസ്കി ഡയഗ്രമാണ്. ആ ഡയഗ്രത്തിലാണ് നമ്മൾ ഒരു മോളിക്യൂളിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയിട്ട് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ എത്തുന്നതിന് ഇടയിൽ എന്തെല്ലാം പ്രോസസ്സ് സംഭവിക്കുന്നു എന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ്. എന്ത് ഡയഗ്രാം? ജബ്ലോൺസ്കി ഡയഗ്രാം. ഓക്കെ, ആ ഡയഗ്രത്തിൽ എന്തിനെ പറ്റി മെയിനായിട്ട് പറയുന്നത് ഫ്ലൂറസൻസ്, ഫോസ്ഫോറസൻസ്, ഇൻറ്റേർണൽ കൺവേർഷൻ ആൻഡ് ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ